ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം, ഇന്ത്യയിൽ മാരുതി സുസുക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ വണ്ടികൾ വിൽക്കുന്നത് ഹ്യുണ്ടായി എന്ന് പറഞ്ഞ കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി അവർ കൂടുതലും IC എൻജിൻസ് ഉള്ള വണ്ടികളാണ് വിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഫൈനലി അവരുടെ ഒരു മാസ് മാർക്കറ്റ് ഇലക്ട്രിക് വാഹനമായ ക്രെറ്റ EV ലോഞ്ച് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം, ഐണിക് 5ഉം അതുപോലെ തന്നെ കോന EV ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇതൊന്നും അങ്ങനെ ഹൈ വോളിയൂംസിൽ വിൽക്കാൻ പറ്റിയ വണ്ടികളൊന്നും അല്ല. അതുകൊണ്ട് തന്നെയാണ് മാസ് മാർക്കറ്റ് സെയിൽസ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്രെറ്റ EV അവർ ഇറക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ അതിൻ്റെ ലീക്സ് ഒക്കെയാണ് കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫൈനലി ഹ്യുണ്ടായി വാഹനം റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ജാനുവരി 17 നടക്കാൻ പോകുന്ന ഭാരത് മൊബിലിറ്റി ഷോയിലായിരിക്കും ഈ വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ബാക്കി പ്രൈസും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുവരെ ഇവരിങ്ങനെ പതുക്കെ കുറേ ടീസേഴ്സൊക്കെ ഇറക്കി വണ്ടി നമ്മളെ കാണിച്ചു പോകും. ഇപ്പോൾ എന്തായാലും ഇവർ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ വെച്ച് നമുക്ക് ഇതിൻ്റെ ഡിസൈനും ബാക്കി ഫീച്ചേഴ്സും സ്പെക്കും ഒക്കെ നോക്കാം. ആദ്യം തന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ സാധാരണ ക്രെറ്റയിൽ കാണുന്ന അതേ ഡിസൈൻ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. കുറച്ച് പുതിയ കളർ ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും എന്ന് പറയുന്നു. 8 മോണോടോൺ 4 ഡുവൽ ടോൺ കളേഴ്സൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ നമുക്ക് DRLs അവൈലബിൾ ആണ്, ഫ്രണ്ടിലും കണക്റ്റഡ് ആണ്. അതുപോലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്കതിൻ്റെ ഇടയിൽ LED ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഈ വാഹനത്തിന് ചാർജിങ് പോയിന്റ് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് കർവ് EVയിലും പഞ്ച് EVയിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. ഹ്യുണ്ടായുടെ ലോഗോയുടെ അതിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്. അത് സേഫ്റ്റി റീസൺസ്, ഇപ്പോൾ വണ്ടി ഫ്രണ്ടിൽ ആണ് പോയി ഇടിക്കുന്നത്. അങ്ങനെ ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അത് ടാറ്റയുടെ കാര്യത്തിലും ആ ഒരു സംഭവം ക്വസ്റ്റനബിൾ ആയിരുന്നു. എന്തായാലും ഈ വണ്ടിയുടെ കേസിലും അങ്ങനത്തെ ഒരു സംഭവം പറയാം. അതല്ലാതെ ഹെഡ് ലാംപ്സ് ഒക്കെ LED ആണ്. അതുപോലെ തന്നെ നമുക്ക് താഴത്ത് ഇത് ഗ്രില്ല് ക്ലോസ്ഡ് ഓഫ് ആണ്. കാരണം ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അവർ അത് മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ നമ്പർ പ്ലേറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ താഴത്ത് മറ്റേ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള പോർഷൻ അത് മാത്രം ഇവരുടെ ടീസർ വീഡിയോയിൽ ഇടയ്ക്ക് ഓപ്പൺ ആവുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. ചിലപ്പം എയറോഡൈനാമിക് എഫിഷ്യൻസിക്ക് വേണ്ടി ആയിരിക്കാം, ഓർ ചിലപ്പം ബാറ്ററി കൂൾ ചെയ്യാനുള്ള ഒരു സംവിധാനമായിരിക്കും. അതിനെപ്പറ്റി അവർ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ. പൊതുവെ ബാറ്ററികളെല്ലാം ലിക്വിഡ് കൂൾഡ് ആണ്. അതുകൊണ്ട് അവിടെ നേരെടുത്ത് ബാറ്ററി കൂൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും എയറോഡൈനാമിക് എഫിഷ്യൻസിയുടെ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ പുതിയ അലോയ് വീൽസ് കാണാൻ സാധിക്കും. കുറച്ചൊരു എയറോഡൈനാമിക് ഫിനിഷുള്ള അലോയ്സ് ആണ് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് മുന്നേ ഈ വാഹനത്തിൻ്റെ സ്പൈഡ് പിക്സിലൊക്കെ നമ്മൾ ഈ സെയിം അലോയ്സ് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഇത് 17 ഇഞ്ച് വീൽസ് ആണ്. ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭയങ്കര വലിയ സൈസൊന്നും അവർ കൊടുത്തിട്ടില്ല. നമുക്ക് ക്രെറ്റ എൻലൈനിൽ 18 ഇഞ്ച് വീൽസ് കിട്ടുന്നുണ്ട്. നോർമൽ ക്രെറ്റയിൽ 17 ഇഞ്ച് വീൽസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള അലോയ് ഡിസൈൻ ആണ് എന്ന് മാത്രം. പിന്നെ ഓവർവ്യൂംസിൻ്റെ ഡിസൈനും ഡോർ ഹാൻഡിൽ സംഭവങ്ങളെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലും അതുപോലെ മിററിൻ്റെ താഴത്തൊക്കെ ചെറിയൊരു ബൾജിങ് പോലെ കാണാം. അത് ക്യാമറയുടെ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ലെവൽ 2 അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം അവൈലബിൾ ആണ്. അതിൻ്റെ റഡാറും അവർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു വ്യത്യാസം വരുന്നത്, സാധാരണ ക്രെറ്റയിലൊക്കെ നമുക്ക് ഇതിൻ്റെ സി പില്ലറിലേക്ക് വരുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അതൊരു സിൽവർ ഫിനിഷിലാണ് കിട്ടാറുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അവരത് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സിൽവർ ഫിനിഷ് നമ്മുടെ ബ്ലാക്ക് റൂഫിൽ വരുന്ന കോൺട്രാസ്റ്റ് എന്തായാലും പോയി. പക്ഷേ എനിക്ക് പേഴ്സണലി അത് സിൽവറായിട്ട് ആവാതെ ബോഡി കളർ എന്താണോ അതുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടാണ്. ഇനി റിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കങ്ങനെ കാര്യമായിട്ടുള്ള വലിയ ഡിഫറൻസ് ഒന്നും പറയാനില്ല. ഒരു റിയർ സ്പോയിലർ അവൈലബിൾ ആണ്. ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. LED ടെയിൽ ലാംപ്സ് ആണ്, കണക്റ്റഡ് ആണ്. അതുപോലെ റിഫ്ലക്റ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റും ബമ്പറിൻ്റെ ഡിസൈനിൽ നമുക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് പറയാം. അത് ഫ്രണ്ടിലുള്ളതുപോലെ തന്നെ ബാക്കിലും ചെറിയ മൈനർ ആയിട്ടുള്ള ഡിഫറൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇലക്ട്രിക്കിൻ്റെ ബാഡ്ജിങ്ങും ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രെറ്റയുടെ ബാഡ്ജിങ് ആണ് കിട്ടുന്നത്. അതും EV എന്നുള്ള ബാഡ്ജിങ് അല്ല, അവർ ഫുൾ ഇലക്ട്രിക് എന്ന് തന്നെ അങ്ങോട്ട് വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ റൂഫിൽ റൂഫ് റെയിൽസ്, അതുപോലെ ഷാർക്ക് ഫിൻ ആൻറ്റന, പിന്നെ പാനോറാമിക് സൺറൂഫ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ്. അത് പിന്നെ ടോട്ടലി എക്സ്പെക്റ്റഡ് ആണ്. കാരണം നോർമൽ ക്രെറ്റയിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്തും ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെ കിട്ടും എന്ന് നോക്കാം. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, അവർ ഇതുവരെ ഇൻറ്റീരിയർ ഫുള്ളായിട്ട് ടീസ് ചെയ്തിട്ടില്ല. കുറച്ച് പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അവർ കാണിച്ചിരിക്കുന്ന മെയിനായിട്ടുള്ളൊരു പോർഷൻ ഇതാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒട്ടുമിക്ക മെയിൻ സംഭവങ്ങളൊക്കെ കാണാം. അതായത് ഇതിൻ്റെ പുതിയ സ്റ്റിയറിംഗ് വീല് കാണാം. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ ഹ്യുണ്ടായുടെ ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ സ്റ്റിയറിംഗ് വീലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക്കിൽ മാത്രമല്ല, അവരുടെ ഇപ്പോഴത്തെ കുറേ ICE വണ്ടികളിലും അവർ ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ചായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹ്യുണ്ടായുടെ ലോഗോ നടുവിൽ വരുന്നില്ല. അതിന് പകരം ജസ്റ്റ് ഒരു ബാർ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ക്രോം ഫിനിഷൊക്കെ കുറച്ച് സ്ഥലം, കൂടുതലും ഒരു അലൂമിനിയം പോലത്തെ ഫിനിഷാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് അതിനകത്ത് കൺട്രോൾസ് അവൈലബിൾ ആണ്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. കാണാനും ഒരു ഡിഫറൻറ്റ് ലുക്കുള്ള സ്റ്റിയറിംഗ് വീലാണ് എന്ന് പറയാം, നോർമൽ ക്രെറ്റയിൽ വരുന്ന ആ ഒരു ഡീകട്ട് സ്റ്റിയറിംഗ് വീൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അതിന് പുറമെ നമ്മുടെ നോർമൽ ക്രെറ്റയുടെ റൈറ്റ് സൈഡിലുള്ള ഒരു മാഗ്നറ്റിക് ഹോൾഡറും പിന്നെ നമ്മുടെ 10.25 ഇഞ്ച് സൈസ് വരുന്ന 2 ഇൻസ്ട്രുമെൻ്റൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങിയ സംഭവങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസിൽ വ്യത്യാസമില്ല. പക്ഷേ എന്നാൽ റീഡിങ്സിലും അതുപോലെ ഗ്രാഫിക്സും ഒക്കെ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ടാകും, പ്രത്യേകിച്ച് ഇൻസ്ട്രുമെൻ്റൽ ലിസ്റ്റിൽ. കാരണം ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് കുറച്ച് EV സെൻട്രിക് ആയിട്ടുള്ള ഡിസ്പ്ലേസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്.
ഇവർ കാണിച്ചിരിക്കുന്ന ഇത്ര ഉള്ളതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം സ്പൈ ഷോട്ടിലേക്ക് തന്നെ പോകാം. ഇതിന് മുന്നേ ലീക്കായി വന്നൊരു സ്പൈ ഷോട്ടാണ്. ഇതിൻ്റെ അകത്ത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യം നോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് ഷിഫ്റ്റ് നോബ് അല്ലെങ്കിൽ മോഡ് സെലക്ടർ പോലത്തെ സംഭവം വരുന്നത് സെൻറ്റർ കൺസോളിലല്ല. അതിന് പകരം നമ്മൾ ഈ മെർസിഡീസിൻ്റെ ഒക്കെ ചില വണ്ടികളൊക്കെ കാണില്ലേ, റൈറ്റ് സൈഡിൽ സ്റ്റോക്കായിട്ട് വരുന്ന, അതായത് നമ്മുടെ വൈപ്പർ കൺട്രോൾസ് ഒക്കെ വരുന്ന പോലെ അങ്ങനെ ഒരു റോട്ടറി നോബാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലത്തെ സ്റ്റോക്കിൽ അവർ നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ടർ പോലെ കൊടുത്തിരിക്കുന്നത്. സോ അതൊരു യൂണീക്കായിട്ടുള്ള സംഭവമാണ് എന്ന് പറയാം. അതല്ലാതെ നമ്മൾ സെൻറ്റർ കൺസോളിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ്, അതായത് ഇക്കോ സിറ്റി, നോർമൽ, പിന്നെ ടെറൈൻ മോഡ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കൺട്രോൾസ്, പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ കൺട്രോൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് സെൻറ്റർ കൺസോൾ ഏരിയയിൽ വരുന്നത്. അതല്ലാതെ കുറച്ച് അഡീഷണൽ ബട്ടൺസും പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സും ഫ്രണ്ടിൽ ആംബ്രസ്റ്റും തുടങ്ങിയ സംഭവങ്ങളൊക്കെ കാണാം. നോർമൽ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ ഡ്യുവൽ സോൺ ഓട്ടോ AC തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമുക്ക് നോർമൽ ക്രെറ്റയിൽ കിട്ടിക്കൊണ്ടിരുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് അതിലൊന്നും എന്തായാലും ഒരു കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമുക്ക് നോർമൽ ക്രെറ്റയിലുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിൻ്റെ അകത്തുണ്ടാവും. ഇനി അഡീഷണൽ ആയിട്ട് അവരെന്തൊക്കെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതൊക്കെ പോട്ടെ, നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ പവർ ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. 2 ബാറ്ററി ഓപ്ഷൻസ് ആണ് ഹ്യുണ്ടായി ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു 42 kWh ബാറ്ററി പാക്കാണ്, അതാണ് എൻട്രി ലെവൽ മോഡൽ. പിന്നെ കുറച്ചുകൂടെ ഹൈ റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ 51.4 kWh ബാറ്ററി പാക്കും അവൈലബിൾ ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹ്യുണ്ടായി നമ്മളിപ്പം ഇത് കർവ് EV ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന 2 ബാറ്ററിനേക്കാളും ഇതിൻ്റെ സൈസ് ചെറുതാണ്. കർവിൽ നമുക്ക് 45 kWh 55 kWh ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. പക്ഷേ അതേസമയം മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് ഇതിന് കമ്പാരിസൺ ഇല്ല. കാരണം എൻ്റെ ബേസിക് റേഞ്ച് തന്നെ 59 kWh ബാറ്ററി പാക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം 79 kWh ബാറ്ററി പാക്ക് വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതൊരു ഇത്തിരി മോശമാണ് എന്ന് പറയേണ്ടി വരും. ക്ലെയിംഡ് റേഞ്ച് ആണെങ്കിലും എൻട്രി ലെവൽ വേരിയൻറ്റ് 390 കിലോമീറ്ററും അതുപോലെ ഹൈ സ്പെക്, അതായത് ഹൈ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റ് 473 കിലോമീറ്റേഴ്സും ആണ് ക്ലെയിംഡ് വരുന്നത്. പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പം ഡിഫറൻസ് ഉണ്ടാവും, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതിൻ്റെ പവർ അവർ ആസച്ച് പറഞ്ഞിട്ടില്ല, 140 bhp ആണ് എന്ന് ഞാൻ പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ 0 to 100 ആക്സലറേഷൻ ടൈമിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 51.4 kWh ബാറ്ററി പാക്ക് വരുന്ന മോഡലിൽ 7.9 seconds ആണ് 0 to 100 ടൈമിങ്സ് അവർ ക്ലെയിം ചെയ്യുന്നത്. അത് അത്യാവശ്യം ഫാസ്റ്റാണ്, ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്കത് പറയാം. പക്ഷേ കർവ് EVയിൽ നമുക്ക് 165 bhp അവൈലബിൾ ആണ്. 0 to 100 ആക്സിലറേഷൻ അതിന് കുറച്ച് സ്ലോ ആണ്, 8.6 seconds എടുക്കും. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 7.9 seconds ഒറിജിനലി ഇതിന് അത്ര അറ്റൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആണ് എന്ന് തന്നെ പറയാം. പിന്നെ ഇതൊന്നും അല്ലാതെ ഇലക്ട്രിക് വാഹനങ്ങളിൽ വരുന്ന പോലെ നമുക്ക് വെഹിക്കിൾ ടു ലോഡൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതായത് വണ്ടിയുടെ ബാറ്ററി വെച്ച് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പവർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ടിട്ട് ഈ വണ്ടിയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. ഇതിനകത്ത് അങ്ങനെ ഹ്യുണ്ടായി വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരണം. കർവ് EVനെയൊക്കെ അണ്ടർ കട്ട് ചെയ്തവർക്ക് പ്രൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും അത്യാവശ്യം നല്ലൊരു ഹിറ്റായിരിക്കും. അതല്ല ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ സെയിം വണ്ടി തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും ഒരു പുതിയ ഇലക്ട്രിക് വണ്ടി എന്ന് തന്നെ പറയാം. അല്ലാണ്ട് മഹീന്ദ്രയൊക്കെ ചെയ്ത പോലെ വളരെ റെവല്യൂഷണറി ആയിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ വണ്ടിയും ഫ്രണ്ട് വീൽ ഡ്രൈവ് തന്നെയാണ്, മഹീന്ദ്രയുടെ വണ്ടികൾ പോലെ റിയർ വീൽ ഡ്രൈവ് അല്ല. പിന്നെ ഓൾ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്തായാലും ഗൈസ്, ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ക്രെറ്റ EVയുടെ വീഡിയോ. നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും നല്ല ആക്സസറീസോ അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനലിലെ പ്രൊഡക്ട്സ് ചെക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കുക. നമ്മുടെ ചാനലിൽ ഇപ്പം ലൈക്ക് വരുന്നത് വളരെ കുറവാണ് വീഡിയോയ്ക്ക്, അതുകൊണ്ട് അതും കൂടെ ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.